ഹലോ കിലോട്ടെ ഗ്രാമസേനയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോട്ടെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ മുത്തിനെ കുറിച്ച് കിലോട്ടെ സംഭവം മുത്തിനെ കുറിച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, അല്ല നിങ്ങൾ അറിയാൻ വേണ്ടി പറയാനില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുത്തി നോക്കുമ്പോൾ കിലോട്ടിലെ മുത്തി പതാ ഷീറ്റിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് പരിപാടി? കിലോട്ടെ സംഭവം എന്താ ചോദിച്ചാൽ നമ്മുടെ അടുക്കള കണ്ടില്ലേ, അടുക്കള സംഭവം വെള്ളമൊക്കെ എന്തൊക്കെയോ ചോർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷീറ്റ് നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ എന്താ പയർ മണി പോലെ നിൽക്കണ്ട, എത്ര വയസ്സായിട്ടും പറ. ഇപ്പൊ തള്ള ഞാൻ എന്താ വീഡിയോ എടുക്കുന്ന അറിയോ സംഭവം? ഒരു കാര്യം പറഞ്ഞു, ശരിയാണ്. നിങ്ങൾ സിനിമ എടുത്താ? സിനിമയില് ആരെടുത്ത്? നിങ്ങൾ നാട്ടിലൊക്കെ പറഞ്ഞു വരുത്തിയിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ആരും അറിഞ്ഞിപ്പോ? എന്റെ അമ്മ പറഞ്ഞാ ഇല്ലാത്ത സംഭവം വേറൊന്നുമില്ലാട്ടോ. എന്താ ചോദിച്ചില്ലേ, തള്ളനെ ഒരു ഷോർട്ട് ഫിലിം വരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പാലക്കാട്ടിലെ. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവരിവിടെ മുത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം ലാസ്റ്റ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ല, അത് കാണാൻ വന്നില്ലേ? അതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറഞ്ഞാ പറയണ്ട. ഇല്ലല്ലോ, നമ്മളില്ലേ നമ്മുടെ ഈ തള്ളമാര് അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്തില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് സംഭവം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കാണാൻ വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചിട്ട് ബ്രോ മുത്തിനെ കാണാൻ വരണം, അവരിവിടെ ലൊക്കേഷനൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞപ്പോൾ ഞാനും ശരി, ആ ബ്രോ വന്നോ, വന്നപ്പോൾ പിന്നെ മുത്തിനെ കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മുത്തി ആദ്യമൊക്കെ എക്സൈറ്റഡ് ആയിരുന്നില്ല എന്താ സംഭവം എന്ന് അറിയാണ്ട്. ഷോർട്ട് ഫിലിം പറഞ്ഞാൽ മുത്തിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 15 മിനിറ്റിൻ്റെ സിനിമയാണ്, യൂട്യൂബിലൊക്കെ ഇടും, അപ്പോൾ നമുക്ക് മണി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല ഷോർട്ട് ഫിലിമൊക്കെ. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ചെയ്യും, അത് വേറെ വിഷയം. അപ്പോൾ ഇവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ മുത്തിനെ കണ്ടത് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മുത്തിയുടെ ആ ഒരു സംഭവം ആക്ടിങ് സ്കില്ലും എല്ലാം എന്താ വെച്ചാൽ നമ്മളാണല്ലോ മാസ്റ്റർ എല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ അവർ വന്നില്ല കേട്ടല്ലോ. അപ്പോൾ വന്ന് കണ്ടിട്ടൊക്കെ പോയത്. അപ്പോൾ അതിനുശേഷം എന്താ ഈ അമ്മ എന്ത് കേട്ടിന്ന് അറിയോ, പഞ്ചായത്ത് പണിക്ക് പോയി. പിന്നെ പഞ്ചായത്ത് പണിക്ക് പോയിട്ടുള്ള പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇല്ലല്ലേ? പഞ്ചായത്ത് പണി അവരും കൂടെ പറഞ്ഞു വിടില്ലേ. ഞാൻ കില്ലാടൽ നാട്ടിലിറങ്ങി നോക്കുമ്പോഴില്ലേ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ ഈ മുത്തിന് സിനിമയിലെടുത്താൽ വേണ്ടി. ഞാൻ ഞെട്ടിയില്ല, ഞാൻ അറിയില്ലാത്ത മുത്തിനെ സിനിമ എടുക്കും. നമ്മളിവിടെ സിനിമ എടുക്കാൻ ആൾക്കാരില്ല, അപ്പോൾ മുത്തിനെടുത്താൽ വിചാരിച്ചു ഞാൻ. ചേട്ടാ അത് പോട്ടെ, അത് കാര്യമില്ല. നോക്കുമ്പോൾ എല്ലാവരും ചെറിയ പിള്ളേർ മുതൽ എല്ലാവരും കിലോട്ട് അമ്മമാര് ആര് ചോദിച്ചു അതന്നെ ഇല്ലടല്ല. ചെറിയ പിള്ളേർ കുറെ പിള്ളേർക്ക് എൻ്റെ ചോദിച്ചു എന്താ ഏട്ടാ മുത്തിന് സിനിമയിലെടുത്താന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു മുത്തിന് സിനിമയിലെടുക്കുക ആരാ വേണ്ടി ചോദിച്ചു. അപ്പോൾ ആര് പറഞ്ഞു ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മളെ അറിഞ്ഞില്ല ഈ സംഭവം. അപ്പോൾ അമ്മയാണ് പറഞ്ഞു വരുത്തിയത്. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോയപ്പോൾ അവിടെ ഒരു അമ്മൻ്റെ പറഞ്ഞു, അമ്മൻ്റെ ചങ്ങാൻ്റെ അടുത്ത്. അതാണല്ലോ ഞങ്ങളുടെ നാട് മൊത്തം ഫ്ലാഷായി. ഇപ്പോൾ എന്തായി, ഇപ്പം മുത്തി ഒരു സിനിമ താരമായി എന്ത് ഇല്ലടല്ല. പിന്നെ ഈ ഇതൊക്കെ എന്താ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ കാരണം ഞങ്ങൾ ഈ നിലയിൽ എത്തിയത്. ഈ നില പറഞ്ഞാൽ ഇപ്പോൾ മുത്തിനെ ഇപ്പോൾ 4 പേര് അറിയേണ്ടത് അല്ലേ, 4 ലക്ഷം പേര് അറിയേണ്ടത്. അത് പോട്ടെ, എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഭാഗ്യം. സത്യം പറയല്ലോ, എന്താ വെച്ചാൽ മുത്തി ഇങ്ങനെ അഭിനയിക്കുന്ന നമ്മൾ പോലും വിചാരിച്ചില്ല. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ അറിഞ്ഞു. അപ്പോൾ മുത്തിന് കുറേ ആൾക്കാർ കാണാൻ വരാൻ പറഞ്ഞു, കുറേ ആൾക്കാർ ഗിഫ്റ്റൊക്കെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ സ്നേഹത്തിനും നന്ദി ഇടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കാനായിട്ട് ഒന്നുമില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ മുത്തിന് ഷോർട്ട് ഫിലിം എടുത്തില്ലല്ലോ. ഇതാ മുത്തി എന്താ പറയാനുള്ളത് നമ്മുടെ ആൾക്കാരുടെ അടുത്ത്? നമ്മളെ ഈ കാണുന്നവര് നമ്മൾ എത്രയും കാലം വളർത്തിയത് ഇവരാണ്. അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയാനുള്ളത്? അതന്നെ നന്ദി. അതന്നെ ഇല്ലടല്ലേ. എന്താ വെച്ചാൽ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഇല്ലട എന്നും. അതെ അതെ, നമുക്ക് സ്നേഹം മാത്രമേ ഇല്ലട. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. സത്യം പറയല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ ഇല്ലട, നമ്മുടെ യൂട്യൂബ് ജേണി പറഞ്ഞാൽ വലിയ കഥയാണ് ഇല്ലട. സത്യം പറ, അത് പറയുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ വീഡിയോ ഇടേണ്ടി വരും. എന്നാൽ ചെറുതായിട്ട് പറയാം. എന്താ വെച്ചാൽ ഞങ്ങൾ ആ ഒരു സമയത്ത് ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോ ഇട്ടാണ് കുടിക്കില്ലടല്ല. ഏകദേശം ഞങ്ങളൊരു 300 വീഡിയോസിന് മുകളിലിട്ടില്ല. 300 വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഹിറ്റായത്. ആ ഹേ പ്രഭു എന്ന് പറഞ്ഞ സാധനം അതങ്ങോട്ട് അടിച്ച് കയറി. അപ്പോൾ അതിലാണ് നമ്മൾ റീച്ച് ആകാൻ കാരണം. പിന്നെ ഇല്ലെങ്കിൽ അതുവരെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുകയാണല്ലോ. ഏകദേശം 2000 ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ 1000 ഫോളോവേഴ്സ്, കറക്റ്റ് 600 വ്യൂസ്, 1000 വ്യൂസ്, ഏറ്റവും ടോപ്പ് വ്യൂസ് കൊണ്ട് ഞങ്ങളുടെ 5000 വ്യൂസൊക്കെ ആയിരുന്നില്ല ആ സമയത്ത്. പിന്നെ അതൊന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരുന്നു. ഹേ പ്രഭു എന്ന് പറഞ്ഞ സംഭവം നമ്മളങ്ങനെ അടിച്ച് കയറി. അത് ഏകദേശം 5 ലക്ഷം അല്ല 50 ലക്ഷം 5 മില്യൺ വ്യൂസോളം ഉണ്ട് ഇല്ലടല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഏത് വീഡിയോ ഇട്ടാലും കയറും. നിങ്ങളില്ലെങ്കിൽ നമ്മൾ ഇതുവരെ എത്തുകയില്ല ഇല്ലടല്ലേ. അപ്പോൾ മുത്തിയമ്മയ്ക്ക് ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കിട്ടി, നമ്മൾ അറിഞ്ഞു ഇല്ലടല്ലേ. എന്താ വെച്ചാൽ നമ്മളവർ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാരണം മുത്തിന് ഇനിയിപ്പോൾ എവിടെ ഉയരങ്ങളിൽ എത്തട്ടെ. തള്ള കുറച്ച് പക്ഷേ വൈകിപ്പോയി ഇല്ലടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ വയസ്സായി. അല്ലെങ്കിൽ സിനിമയിൽ കയറേണ്ട മുത്തിയാണ്. എന്ത് സിനിമ കയറില്ലേ? പിന്നെ അല്ല, മുത്തിൻ്റെ ഒരു കഴിവ് വെച്ച് സിനിമ കയറിങ്ങില്ലടാ. സത്യമായിട്ട് പറയണേ. ഇനിയിപ്പോൾ സിനിമയിൽ ആരെങ്കിലും എടുക്കുമോ നമുക്കറിയില്ല. വല്ലതും എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മുത്തി എന്തായാലും എത്തട്ടെ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളാണ് ഇല്ലടല്ലേ എല്ലാം, അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇല്ലാത്തതാണ് പെരപ്പണിയാണ് ഉള്ളതാ. ഈ അടുക്കളുടെ സൈഡിലൊരു ഷീറ്റ് ഇതെന്താ ചോരിനുകൊണ്ടാ അതിന് ചോർന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥയ്ക്ക്. നമ്മുടെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യേണ്ടിട്ടില്ലേ. എന്താ വെച്ചാൽ ഞാൻ ഒരു ഹോം ടൂർ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട് ഇല്ലടാ. ഞാനൊരു ഇൻഡോറിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട്. നമ്മുടെ വീടൊക്കെ മുത്തി കാണിച്ചു കൊടുക്കണ്ടേ എല്ലാവർക്കും? അതെ, നമ്മുടെ സ്റ്റുഡിയോ കാണിച്ചു കൊടുക്കണ്ടേ ഇല്ലടാ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ടൂറും നമ്മുടെ ഹോം ടൂറും നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാം ഇല്ലടാ. എന്തായാലും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ മുത്തി അതാണ് ഇപ്പോൾ ഞാൻ ആൾക്കാർക്ക് അറിയിക്കാൻ പോകുന്നത്. നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ കിട്ടിയ കാര്യം പറയട്ടെ അല്ലേ, അറിയട്ടെ.
അതാണ് ലീഡർ. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്. എല്ലാവർക്കും നന്ദി മാത്രം. മുത്തി അപ്പം എല്ലാവരും പറയും സന്തോഷം. നന്ദി, നമസ്കാരം. അതില്ല, നന്ദി നമസ്കാരം, അതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അത് നമുക്ക് പറയാനുള്ളൂ. ഞാൻ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാണ്ട് വന്നാണ് ലീഡറെ. എന്താ ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് മുത്തിയും കൂടി എടുത്ത് അറിഞ്ഞല്ല, മുത്തിനും കൂടി ഉൾപ്പെടുത്തി എടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തള്ളുകയാണ് പറയുന്നത്. നിങ്ങൾ സത്യം പറയല്ലോ. അപ്പോൾ ഷോർട്ട് ഫിലിം എടുത്ത കാര്യം സത്യമല്ലേ? സത്യമല്ലേ ഷോർട്ട് ഫിലിം എടുത്തു എന്നുള്ളത്? അല്ല സത്യമല്ലേന്ന്? സത്യമാണ് ഈ ലീഡറല്ലേ. ഇപ്പം ഞാൻ തള്ളുകയല്ലേ ഈ ലീഡറല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിനി ഷോർട്ട് ഫിലിം ഈ മാസം ലാസ്റ്റ് ഷൂട്ട് തുടങ്ങും പറഞ്ഞു. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ മുത്തിനെ വിളിച്ചല്ലോ. നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇനിയും ഉണ്ട് അവസരങ്ങൾ, നമ്മൾ ഇനിയും വളരാൻ കിടക്കണുള്ളൂ. അപ്പം മുത്തി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവിളി നമ്മൾ എവിടോട്ട് എത്തില്ല ഇല്ലടല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഇനിയും സ്നേഹം ഇതുപോലെ പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ. അപ്പോൾ നമ്മളൊരു അടുത്ത് കിടക്കച്ച് വീഡിയോ വരെ ഇല്ലറ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ലറ. അപ്പോൾ ബൈ. ടാറ്റ ഓടിക്കും. ടാറ്റ. ശരി.